നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കരുത്, നിങ്ങൾ ആനിവേഴ്സറി ആഘോഷിക്കരുത്, അതാഘോഷിക്കരുത്, ഇതാഘോഷിക്കരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവൻ്റെ കൂടെ കൂടരുത്, ഇവൻ്റെ കൂടെ കൂടരുത് എന്ന് പറയുന്നതിൽ നിന്നും ഇവർ നേടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഇത് കൊടുത്തോട്ടം ജിയുടെ മാത്രം ഒരു പ്രത്യേകതയല്ല, നമ്മളുടെ ഈ പെന്തക്കോസ്ത് സമൂഹം മൊത്തത്തിൽ ഈ ഒരു പെസിമിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ളൊരു ചിന്താധാര തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ബൈബിളിൽ 10,000 കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 മാത്രം പിറക്കിയെടുത്തിട്ട് ഇതാണ് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നതും ബാക്കിയുള്ളതിനെയെല്ലാം ഇങ്ങനെ തിരസ്കരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെ ആഘോഷിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ജന്മദിവസം അല്ലെങ്കിൽ ബർത്ത്ഡേ എന്ന് പറയുന്നത്. എന്നാൽ ഈ കാലത്തും നമ്മളുടെ ഇടയിൽ ചില ഗോത്ര ജീവികൾ താമസിച്ചു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ ആഘോഷിക്കുക അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക എന്നുള്ളതൊക്കെ കൊടിയ പാപമാണ്. ഇതിനെക്കുറിച്ച് ഈ ഗോത്ര ജീവികൾ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പെന്തിക്കോസുകാരോട് പറഞ്ഞേക്കാം, പെന്തിക്കോസുകാരോട് നീ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചത് ബലൂണും വീർപ്പിച്ച് തോരണം തൂക്കി കേസ് മുറിച്ച് മെഴുകുതിരി നിങ്ങൾക്ക് പട്ടു പിടിക്കും കേട്ടോ. തന്നെ ബർത്ത്ഡേ അന്ന് ഒക്കുന്നെങ്കിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സാഹചര്യം അനുവദിക്കാതെ സഭയായിട്ടൊരു യോഗം വെക്ക്. 10 ദൈവമക്കൾ കയറി വന്ന് നിന്റെ വീട്ടിൽ നിന്ന് കൈയടിച്ച് പാട്ടുപാടി ആത്മാവ് നിറഞ്ഞ് അവസരം കിട്ടുകാനെ കർത്താവിന്റെ ദാസന്മാർ നിന്റെ തലയിലോട്ട് കൈവച്ച് എന്റെ കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ച് ഒന്ന് സഭയായിട്ട് പ്രാർത്ഥിക്കട്ടെ. അതൊരു അനുഗ്രഹമാണ്. അല്ല നീ മാർബിൾ കേക്ക് കൊണ്ടാക്കി വയസ്സനുസരിച്ചാ മെഴുകുതിരി. ഇവരെല്ലാം ഭ്രാന്താണ്. ആഘോഷിക്കാൻ പ്രമാണമില്ല. അപ്പോൾ നമ്മുടെ പെന്തക്കോസ്ത് ഗോത്രീയ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗോത്രമൂപ്പൻ, അതായത് നമ്മുടെ കാവാൽജി പറഞ്ഞിരിക്കുന്നത് ബർത്ത്ഡേ ആഘോഷിച്ചു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുമെന്നാണ്. കാവാൽജി മൂപ്പൻ വെറുതെ പറഞ്ഞു വിടുകയല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ആഘോഷിക്കരുത് എന്നുള്ളത് നമുക്ക് പ്രമാണമില്ല. ബൈബിൾ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേന് ബർത്ത്ഡേ ആഘോഷിക്കാൻ നമുക്ക് പ്രമാണമില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യരുതെന്നാണ് മൂപ്പൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് വരുന്ന രീതിയിൽ എനിക്കൊരു സംശയം, ഈ കാവാൽജി മൂപ്പനൊക്കെ ഇത്രയും ബൈബിൾ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ കല്യാണത്തിന് കുറി മാറുക, കുട്ടികളെ പ്രതിഷ്ഠിക്കുക, അത് കഴിഞ്ഞിട്ട് വീടിന് പാലുകാച്ച് നടത്തുക, കൺവെൻഷൻ വരുമ്പോൾ കൺവെൻഷന് പന്തൽ നാട്ടൽ നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബൈബിളിലെ ഏത് പ്രമാണം അനുസരിച്ചാണെന്ന് കാവാൽജി മൂപ്പൻ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഇനി ഇതുമാത്രമല്ലാതെ ബൈബിളിൽ എവിടെയാണ് ഇന്നത്തെ പോലെ ഈ ഇരിക്കുന്ന കാറോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറിയിട്ടൊക്കെയാണ് കാവാൽജി മൂപ്പൻ അമേരിക്കയിൽ പോകുന്നതൊക്കെ. അപ്പോൾ ഇതേപോലെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കാനും കാറിൽ സഞ്ചരിക്കാനും ഒക്കെയുള്ള പ്രമാണം ബൈബിൾ എവിടെയാണ് എന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാവാൽജി മൂപ്പൻ അതുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ബൈബിൾ മാത്രം പിന്തുടരുവാണെങ്കിൽ ബൈബിളിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാമെന്നും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പോലും സഞ്ചരിച്ചിരുന്നത് കഴുതപ്പുറത്തോ കാൽനടയായിട്ടോ അല്ലെങ്കിൽ ബോട്ടിലോ വള്ളത്തിലോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് പ്രമാണം അനുസരിച്ച് കാവാൽജി മൂപ്പനൊക്കെ ഇപ്പോഴും അത് തന്നെയല്ലേ പിന്തുടരേണ്ടത്? ഇനി അതും പോയിട്ട് വേറെ പല ന്യൂസുകളും ഇതേപോലെ കാവാൽജി മൂപ്പനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ട് പെന്തക്കോസ്ത് സമൂഹം എല്ലാം അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. കാവാൽജി മൂപ്പൻ സർവത്ര സമയവും ഒരു ബോയ് ഫ്രണ്ടുമായിട്ടാണ് നടക്കുന്നതെന്നും ഗൾഫിൽ എവിടെയോ പോയ സമയത്ത് ഇവർ ചെയ്ത എന്തോ പ്രവൃത്തി ആരൊക്കെയോ കണ്ടുപിടിച്ചു എന്നും ഉള്ളത് പലയിടത്ത് ന്യൂസായിട്ടും കാര്യങ്ങളുമായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പെന്തക്കോസ്ത് സമൂഹം മൊത്തത്തിൽ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം. ഇത്രയും വൈഡായിട്ട് ഇത് സംസാരിക്കപ്പെട്ടിട്ടും കാവാൽജി മൂപ്പൻ ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല, അത് നിരസിച്ചിട്ടുമില്ല. അപ്പം ശരിയായിരിക്കാം. എനിവേ, കാവാൽജി മൂപ്പൻ തന്നെ അതിനൊരു ഉത്തരം തരട്ടെ. അപ്പോൾ പെന്തക്കോസ്ത് ഗോത്രീയ സമൂഹം ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ബൈബിളിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് സ്വവർഗാനുരാഗം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ചെയ്യാൻ പ്രമാണമുണ്ടോ കാവാൽജി മൂപ്പ? അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ബൈബിളിൽ 10,000 കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 മാത്രം പിറക്കിയെടുത്തിട്ട് ഇതാണ് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നതും ബാക്കിയുള്ളതിനെയെല്ലാം ഇങ്ങനെ തിരസ്കരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാവാൽജി മൂപ്പൻ തന്നെ ഇതിനൊരു ഉത്തരം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാവാൽജി മൂപ്പൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ മറ്റൊരു വീഡിയോ നോക്കുമ്പോൾ പെന്തക്കോസ്തിലെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി ബർത്ത്ഡേയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. നമുക്ക് അതും ഒന്ന് കണ്ടു നോക്കാം. പ്രായം എന്ന് പറഞ്ഞാൽ എന്താ, കാലം ആക്രമിച്ചെന്ന്. അപ്പോൾ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ മരണത്തോട് 1 വർഷം കൂടെ അടുത്തെന്ന്. ഞാനിത് ശരിക്കും എൻ്റെ വീട്ടിൽ പറഞ്ഞ ശേഷം മക്കൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ ഭയങ്കര വൈമുഖ്യമാണ് കാണിക്കുന്നത്. ഞങ്ങൾ വന്നുകൊണ്ട് ഒത്തിരി ഗുണമായില്ലേ പല വീട്ടിലും. ഓരോ ബർത്ത്ഡേയും സൂചിപ്പിക്കുന്നത് എന്താ, ഞാൻ മരണത്തോട് കുറെ കൂടി അടുത്തു, കാരണം പൂർവികൻ പാപം ചെയ്തു, ഇനി മരിക്കണം. നമ്മൾ 2 രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ളവരും പെസിമിസ്റ്റ് ആയിട്ടുള്ളവരും. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്നവർ. പെസിമിസ്റ്റുകൾ എന്ന് പറയുമ്പോഴേക്കും വളരെ നെഗറ്റീവ്, ജീവിതത്തിൽ എത്ര പോസിറ്റീവ് ഉണ്ടായാലും അതിലെ നെഗറ്റീവ് സൈഡിലേക്ക് മാത്രം നോക്കിക്കാണും. അപ്പോൾ അങ്ങനെ ഒരു പെസിമിസ്റ്റിക് വ്യൂ ആണ് നമ്മുടെ ബുദ്ധിജീവി കൊടിത്തോട്ടം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ഒരു ഒപ്റ്റിമിസ്റ്റും പെസിമിസ്റ്റും ആയിട്ടുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ളവർ പറയും, ഓ ഇത് പാതി നിറഞ്ഞിരിക്കുകയാണെന്ന് പറയും.
ഇനി നേരെ മറിച്ച് ഈ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയും, ഓ ഇത് പാതിയും ശൂന്യമാണല്ലോ എന്നൊരു ചിന്താഗതിയായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻപിൽ എത്ര ഒരു നന്മ കൊണ്ടിട്ടാലും അതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സ് നോക്കുക, അതിൻ്റെ നെഗറ്റീവ് തപ്പിപ്പിടിക്കുക, അതിൽ ദുഃഖിക്കുക എന്നതായിരിക്കും അവരുടെ ഒരു രീതി. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അങ്ങനത്തെ ഒരു പെസിമിസ്റ്റാണ് നമ്മളുടെ ഈ ഒരു സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി കൊടിത്തോട്ടം ജി. പിന്നീട് ഇത് കൊടിത്തോട്ടം ജിയുടെ മാത്രം ഒരു പ്രത്യേകതയല്ല, നമ്മളുടെ ഈ പെന്തക്കോസ്ത് സമൂഹം മൊത്തത്തിൽ ഈ ഒരു പെസിമിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ളൊരു ചിന്താധാര തന്നെയാണ്. ആ ഒരു ആശയത്തിൻ്റെ കുഴപ്പമാണ്, അതൊരു പെസിമിസ്റ്റിക് ചിന്താ രീതി മാത്രമാണ്. ഇവിടെ എനിക്ക് കൊടിത്തോട്ടം ജിയോട് ചോദിക്കാനുള്ളൊരു കാര്യം, കൊടിത്തോട്ടം ജി അടങ്ങിയ പെന്തക്കോസ്തുകാർ നാഴികയ്ക്ക് 40 വട്ടം ഈ ലോകത്തിലെ ജീവിതമെല്ലാം നശ്വരവും കാര്യങ്ങളുമാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ മരണാനന്തരമായിട്ടുള്ള സ്വർഗ്ഗസീയോനിലുള്ള ജീവിതമാണ്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മരിക്കാനായിട്ട് കാതോർത്ത് നോക്കിയിരിക്കുകയാണ്, കൊതിച്ചിരിക്കുകയാണ് മരണത്തിനെ നോക്കി. കാരണം മരണശേഷം ഇവിടുന്നെല്ലാം രക്ഷപ്പെട്ടു പോയിട്ട് സ്വർഗ്ഗസീയോനിൽ പോയി അബ്രഹാം പിതാവിൻ്റെ മടിയിലും അല്ലെങ്കിൽ കർത്താവിൻ്റെ വലതുഭാഗത്തും യഹോവയുടെ കൂടെയൊക്കെ ചില്ലൗട്ട് ചെയ്യാനായിട്ടിരിക്കുന്ന ആളുകളാണ് ഈ പെന്തക്കോസ്തുകാർ. അതുകൊണ്ട് തന്നെ ഇവർ സർവത്ര സമയവും പാട്ടും പ്രാർത്ഥനയും അവരുടെ സ്തോത്ര പ്രാർത്ഥനയിലും എല്ലാം പറയുന്ന കാര്യമാണ്, അയ്യോ എനിക്കങ്ങ് മരിച്ചാൽ മതി, മരിച്ചതിന് ശേഷം അങ്ങ് സ്വർഗ്ഗസീയോനിൽ ചെന്നിട്ട് ഞാനങ്ങ് പൊളിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ മരണത്തിനോട് എന്തിനാണ് ഇത്ര പേടി? യഥാർത്ഥ ജീവിതത്തിൽ ഈ ലോകത്തിലെ ജീവിതമെല്ലാം നശ്വരവും ഇതിനുശേഷമുള്ള മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ പോയി ചില്ലൗട്ട് ചെയ്യാൻ കാതോർത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ബർത്ത്ഡേ ആഘോഷിക്കുകയല്ലേ വേണ്ടത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ 1 വർഷം കൂടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവിനോട് ചേരാൻ 1 വർഷം കൂടെ ഞാൻ അടുത്തിരിക്കുന്നു, സ്വർഗ്ഗസീയോനിലേക്ക് ഞാൻ പോകാനുള്ള ടിക്കറ്റും വിസയും 1 വർഷം കൂടെ എനിക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കേണ്ടത്. ഇവിടെ തന്നെ പലപ്പോഴും ഈ മൈത്രനൊക്കെ പറയാറുള്ള പോലെ തന്നെ ഈ സ്വർഗത്തിലേക്ക് പോകാൻ അത്ര കൊതിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ മരണത്തിനെ ഓർക്കുമ്പോൾ ഇത്രയും പേടി എന്തിനാണ്? 1 വർഷം കൂടെ നീട്ടി കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാകുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. ഇതൊക്കെ വെറും വാചകോടിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്ക് 1 വർഷം കൂടെ കുറച്ച് കിട്ടിയാൽ അത്രയും നല്ലത്, ഞങ്ങൾ മരിക്കാനായി നോക്കിയിരിക്കുക എന്നുള്ളതൊക്കെ വാചകടിയിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. മരണത്തോട് അടുക്കുമ്പം എല്ലാ എണ്ണവും ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നുള്ള വചനമൊക്കെ സർവത്ര സമയവും പ്രഖ്യാപിച്ചുകൊണ്ട് കിടക്കുന്ന പെന്തക്കോസ്തുകാരുടെ യഥാർത്ഥ ജീവിതത്തിൽ സ്വർഗത്തിനോടും മരണത്തിനോടും ഉള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്നൊക്കെ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ 2 പാസ്റ്റർമാർ സംസാരിക്കുന്നത് വെച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ പെന്തക്കോസ്തുകാരുടെ ഹിപ്പോക്രസി ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചിരിക്കുക തന്നെയാണ് ഇവിടെ. കാവാൽജി നുള്ളിപ്പറക്കിയെടുത്ത ചില പ്രമാണങ്ങളുമായിട്ട് വരുന്നു, മറ്റ് ചില പ്രമാണങ്ങൾ സ്വന്തം ജീവിതത്തിൽ പോലും പുള്ളി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല. അടുത്തതായിട്ട് മരണത്തിനെ നോക്കി രുചിച്ച് കാത്തിരിക്കുന്ന ആളുകൾ മരണത്തിനെ ഓർത്ത് പേടിക്കുന്നത് നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടല്ല, കൃത്യമായിട്ട് ഒരു പർപ്പസ് ഉണ്ടായിട്ടാണ്. അതെന്ന് പറയുന്നത് ഇവരെപ്പോഴും പറയാറുള്ളതാണ്, നമ്മളുടെ സന്തോഷം നമ്മളുടെ സമാധാനം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ യേശുക്രിസ്തുവിലായിരിക്കണം. അതായത് കാവാൽജി നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ബർത്ത്ഡേ വരുവാണെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥന വെക്കൂ, വീട്ടിലൊരു പ്രാർത്ഥന വെക്കൂ, അല്ലെങ്കിൽ സഭയിലൊരു പ്രാർത്ഥന വെക്കൂ, അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇവർ ഇതിൽ നിന്നെല്ലാം വിശ്വാസികളെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. അതായത് അവരുടെ സന്തോഷം സമാധാനം എന്ന് പറയുന്നതെല്ലാം ഇവർ ഈ പറയുന്ന വിശ്വാസം, അവരുടെ ഈ ഒരു വിശ്വാസം അടിച്ചേൽപ്പിച്ച വിശ്വാസം, ഞാനീ പറയുന്ന ബൈബിൾ വായിച്ച് അത് പിന്തുടരുന്നതോ ദൈവത്തിൽ വിശ്വസിക്കുന്നതോ അല്ല, അതിനപ്പുറം ഇങ്ങനെ ജീവിക്കുന്നതാണ് സന്തോഷം, ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞ് ഇവർ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കരുത്, നിങ്ങൾ ആനിവേഴ്സറി ആഘോഷിക്കരുത്, അതാഘോഷിക്കരുത്, ഇതാഘോഷിക്കരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവൻ്റെ കൂടെ കൂടരുത്, ഇവൻ്റെ കൂടെ കൂടരുത് എന്ന് പറയുന്നതിൽ നിന്നും ഇവർ നേടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾക്ക് സന്തോഷം ലഭിക്കുന്നത് ഞങ്ങളുടെ അടുക്കൽ വരുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും കൈകൊട്ടുമ്പോഴും പാടുമ്പോഴും, അതായത് ഇവർ സ്വിച്ച് ഇടുമ്പോൾ മാത്രം സന്തോഷം അവർക്ക് കിട്ടണം. ഇതിൽ നിന്നും വിശ്വാസികളുടെ ബ്രെയിൻ എങ്ങനെ കണ്ടീഷൻഡ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നോക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് ഇവിടെ വരുമ്പോൾ മാത്രമാണ്. അത് പുറത്തുനിന്ന് സന്തോഷം കിട്ടാത്തത് കൊണ്ടല്ല, സന്തോഷങ്ങളെയെല്ലാം ഇവരിങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് ഇവരുടെ അടുത്തേക്ക് വരാതെ അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്കത് കിട്ടാത്തത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അവർ നോക്കുമ്പോൾ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അവർ ശരിയാണല്ലോ, എനിക്ക് ഇവിടെ വരുമ്പോഴേ സന്തോഷം കിട്ടുന്നുള്ളൂ. അത് യഥാർത്ഥത്തിൽ സന്തോഷം ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അവർക്ക് സന്തോഷം കിട്ടാനുള്ള എല്ലാ വഴികളും അടച്ചു വെച്ചിട്ട് ഇത് മാത്രം സന്തോഷമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവർക്കത് സന്തോഷമായി അനുഭവപ്പെടുന്നു എന്നുള്ളത് മാത്രം. ഇനി എന്തിനാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാസ്റ്റർമാരെ ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇവരൊന്നും പണിയെടുത്ത് ശീലിച്ചിട്ടുള്ളവരല്ല, ഇങ്ങനെ വായ്ത്താളം അടിച്ച്, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പോലും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നവരല്ല. ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുടെയൊക്കെ തന്നെ പേഴ്സണൽ ജീവിതത്തിലെ അവരുടെ ജീവിതങ്ങൾ എന്താണെന്നും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും കേട്ട് കഴിഞ്ഞാൽ വിശ്വാസികൾ ചിലപ്പോൾ അതിനെയൊക്കെ അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞ് ന്യായീകരിക്കും. പക്ഷേ അങ്ങനെയാണ്
എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകണ്ട. അത് നമ്മളുടെ കാര്യവുമല്ല. അവരുടെ ജീവിതം അവർ ദൈവത്തിനെ കണക്ക് ബോധിപ്പിച്ചോളും. അപ്പോൾ ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും ഇവർ പണിയെടുത്ത് ശീലിച്ചിട്ടില്ല. ഇവർക്കിങ്ങനെ വായ്ത്താളം പറയാനല്ലാതെ മറ്റൊന്നും ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എവിടുന്നാണ് ജീവിക്കാനുള്ള പണം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ കൊണ്ട് കൊടുക്കുന്നതാണ്. വിശ്വാസികൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിൻ്റെ 10% മേടിച്ച് തിന്ന് സുഖിച്ച് ജീവിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള വിശ്വാസികളെ ഇതിൽ പിടിച്ചു നിർത്തണമെങ്കിൽ അവരുടെ സന്തോഷവും സമാധാനവും ഇത് മാത്രമാക്കി തീർക്കണം. ഇത് മാത്രമാക്കി തീർക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കർശന നിയമങ്ങളും നടപടികളും കൊണ്ടുപോയി അവരുടെ വിശ്വാസികളുടെ തലയിൽ ഇട്ട് കൊടുത്താൽ മാത്രമേ പുറത്തൊന്നും സമാധാനമില്ല, സന്തോഷമില്ല, നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം ഇതാണെന്ന് പാവപ്പെട്ട വിശ്വാസികൾ ചിന്തിക്കത്തുള്ളൂ. ആ ഒരു കണ്ടീഷൻ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ആജീവനാന്ത കാലം ഈ ഒരു കൾട്ട് വിശ്വാസത്തിൽ ഫോളോ ചെയ്ത് അതിൽ തന്നെ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ നിലനിന്നാലേ ഓരോ മാസവും കൃത്യമായി നിങ്ങളുടെ 10% ഇവരെ പോലെയുള്ള പണിയെടുക്കാത്ത തിന്നി ചീർത്ത ആളുകളുടെ കീശയിൽ നിറയത്തുള്ളൂ. അതിനാണ് ഇവരിത് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, സന്തോഷിക്കുക. ബൈബിളിൽ തന്നെ പറയുന്ന തൊട്ട് തന്നെ 70 ഏറെയായാൽ 80, ആ ഒരു ചെറിയ കാലയളവ് മാത്രം ജീവിക്കാൻ വന്നിട്ടുള്ളവരാണ് നമ്മൾ. അതിന് ശേഷം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തൊരു സ്വർഗസിയോനെയൊക്കെ നോക്കിയിട്ട് കിട്ടിയ കാലയളവിൽ നമുക്ക് ഉള്ള ഈ റിയാലിറ്റി നഷ്ടപ്പെടുത്തണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഇതിൽ സംസാരിച്ചിട്ടുള്ള പാസ്റ്റർമാരും അല്ലാത്ത പാസ്റ്റർമാരും നമ്മളവരുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ ഇവർ ജീവിതത്തിലൊക്കെ ഇത് പ്രാബല്യത്തിൽ വരുത്തി ജീവിക്കുന്ന വിശുദ്ധന്മാരാണ്. ഒന്നുമല്ല. അവരുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ വിശ്വാസികളെക്കാൾ മോശപ്പെട്ട രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ കണ്ടിട്ട് ഇവർ പറയുന്നത് ശരിയാണെന്നും അതാണ് റിയാലിറ്റി എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്. ഒരു ജീവിതമേ ഉള്ളൂ, ചെറിയ കാലയളവേ ഉള്ളൂ. ചെറിയ ചെറിയ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, സന്തോഷിക്കുക, ജീവിക്കുക. ലിവ് ആൻഡ് ലെറ്റ് ലീവ്.